ശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇസ്രായേൽ ഇല്ലെങ്കിൽ ക്രിസ്ത്യാനികളും ഇല്ല. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം അതിൻ്റെ 6-7 വാക്യങ്ങളിൽ ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ അവനോട്, കർത്താവേ, നീ ഇസ്രായേലിന് ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. അവൻ അവരോട്, പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. ഹല്ലേലൂയ. അപ്പോൾ കാലങ്ങളും സമയങ്ങളും എന്ന് പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിൻ്റെ ഭാവിയിൽ സംഭവിക്കുവാനുള്ള ദൈവത്തിൻ്റെ അധികാരങ്ങളെക്കുറിച്ചാണ് ശിഷ്യന്മാരോട് യേശു പറഞ്ഞത്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്ന് ശക്തി തരുമ്പോൾ ഭൂമിയുടെ അറ്റം വരെ യേശുവിൻ്റെ സാക്ഷികളാകും. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യത്തിൽ, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും മടങ്ങി വരും എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പോൾ ഇസ്രായേൽ എന്ന രാജ്യത്തിനകത്തുള്ള ഒലിവ് മലയിലാണ് ഈ സംഭവം. അപ്പോൾ സ്വർഗാരോഹണം ചെയ്ത യേശു സ്വർഗത്തിലേക്ക് പോകുവാനായി കൂടി നിന്നവർ കണ്ടപ്പോൾ അതേപോലെ തന്നെ യേശു ഒലിവ് മലയിൽ വീണ്ടും മടങ്ങി വരുമ്പോൾ ഇസ്രായേൽ എന്ന രാജ്യം അവിടെ ഉണ്ടാകണം. അപ്പോൾ ഇസ്രായേലിനെ ഭീകര ഇസ്ലാമിസ്റ്റ് രാജ്യങ്ങൾ ചേർന്ന് നശിപ്പിച്ചാൽ ഇസ്രായേലിനകത്തുള്ള ഒലിവ് മലയിൽ യേശുവിന് വീണ്ടും മടങ്ങി വരുവാൻ കഴിയുമോ? അവിടെ ഒലിവ് മല ഉണ്ടാകുമോ? അപ്പോൾ ലോകത്തിലെ ക്രിസ്ത്യാനികൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇസ്രായേൽ ഇല്ലെങ്കിൽ ക്രിസ്ത്യാനികളുമില്ല. ക്രിസ്ത്യാനികളുടെ നിലനിൽപ്പ് ഇസ്രായേൽ എന്ന രാജ്യത്തിലാണ്. ഹല്ലേലൂയ. അവിടെ യഹൂദ ക്രിസ്ത്യാനികളും ഉണ്ട്. ആഗോളതലത്തിൽ യഹൂദർ ഹല്ലേലൂയ വേണം. ഹല്ലേലൂയ. ഒലിവ് മലയിൽ യേശു വീണ്ടും വരുമ്പോൾ ഹല്ലേലൂയ അവനെ കുത്തി തുളച്ചവരും കാണണം. യഹൂദരും ഹല്ലേലൂയ ഇസ്രായേലിൽ മാത്രമല്ല, ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലും അവർ വേണം. അവരുടെ സേവനങ്ങൾ ഹല്ലേലൂയ ലോകത്തിന് ആവശ്യമാണ്. ലിയോ മാർപ്പാപ്പ ഉൾപ്പെടെയുള്ളവർ ഇത് മനസ്സിലാക്കണം. മുമ്പുണ്ടായിരുന്ന മാർപ്പാപ്പമാർ സമാധാനം എന്ന പേരിൽ ഇസ്ലാമിസ്റ്റ് അഭയാർത്ഥികളെ പല ക്രിസ്ത്യൻ രാജ്യങ്ങളിൽ സംരക്ഷണം നൽകണമെന്ന് ആഹ്വാനം ചെയ്തിരുന്നു. ഇപ്പോഴുള്ള മാർപ്പാപ്പ ലിയോ സമാധാനത്തിൻ്റെ പേരിൽ തുർക്കിയിലും ലെബനോണിലും മറ്റു ഭീകര രാജ്യങ്ങളിലും സന്ദർശിക്കുകയുണ്ടായി. യുദ്ധം നിർത്തി സമാധാനം ഉണ്ടാക്കുവാൻ ഇസ്രായേലിലെ ബെഞ്ചമിൻ നെഹന്യാഹുവിനെയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും മാത്രം അവർ രണ്ടുപേർ മാത്രം വിചാരിച്ചാൽ മതിയോ? അമേരിക്കൻ പ്രസിഡന്റും ഇസ്രായേൽ പ്രധാനമന്ത്രിയും ഇവർ രണ്ടുപേരും മാത്രം വിചാരിച്ചാൽ സമാധാനം ഉണ്ടാകുമോ? ഹല്ലേലൂയ. ആരാണ് അസമാധാനം ആദ്യം അഴിച്ചുവിട്ടത്? ഇസ്രായേൽ എന്ന രാജ്യത്തിനകത്ത്. ഇസ്രായേലാണോ ഹമാസ് ആണോ? അത് നമ്മൾ ചിന്തിക്കണം. ഹല്ലേലൂയ. ഇസ്രായേൽ പല പല കാലഘട്ടങ്ങളിലും സമാധാനം കാംക്ഷിച്ചിരുന്നു. ഇസ്രായേൽ യുദ്ധം ചെയ്ത് പിടിച്ച സ്ഥലങ്ങൾ തിരിച്ചു നൽകിയിട്ടും ഇസ്രായേലിനെ നശിപ്പിച്ച് അടങ്ങൂ എന്ന് അസമാധാനം സൃഷ്ടിക്കുന്നവർ ഇസ്ലാം മത ഭീകര രാജ്യങ്ങളാണ് ഇത് ചെയ്തു വരുന്നത്. ലിയോ മാർപ്പാപ്പ
ഇത് മനസ്സിലാക്കണം. ഇൻസൈഡ് മലയാളം വീഡിയോ കാണുക. ഇസ്രായേൽ അവരുടെ എക്സ്പാൻഷൻ തിയറി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു എന്നുള്ള തരത്തിൽ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഈ എക്സ്പാൻഷൻ തിയറിയെ നമ്മൾ എങ്ങനെ നോക്കിക്കാണണം എന്ന് പറഞ്ഞാൽ, ഈ ജൂവിഷ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അവരുടെ ചരിത്രം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ചരിത്രത്തിൽ ഉടനീളം ഏറ്റവും കൂടുതൽ ഉപദ്രവം ഏറ്റുവാങ്ങിയ ഒരു സൊസൈറ്റിയാണ് ജൂവിഷ് കമ്മ്യൂണിറ്റി. ഈ ഗ്യാസ് ചാമ്പേഴ്സിനെ കുറിച്ചിട്ടുള്ള വാർത്തകളൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. ബ്രിട്ടാനിക്കയിലൊക്കെ എല്ലാം അവൈലബിൾ ആണ്. നിങ്ങൾ പോയി കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് വായിച്ചെടുക്കാൻ പറ്റും. അത്തരത്തിൽ ഈ ജൂവിഷ് കമ്മ്യൂണിറ്റി ഇതിന് മുമ്പ് മുൻകാല ചരിത്രം അനുസരിച്ച് ആർക്കെതിരെയെങ്കിലും വല്ലാത്ത രീതിയിലുള്ള സെക്ടേറിയനിസം കൊണ്ടുപോയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമില്ല. നമുക്ക് ചരിത്രത്തിൽ തന്നെ അങ്ങനെ ഒരു ഇൻസിഡന്റ് നമുക്ക് നോക്കിക്കാണാൻ കഴിയില്ല. നേരെ മറിച്ച് ജൂവിഷിന്റെ ബ്രില്യൻസ്, അവരുടെ വളർച്ച, അവരുടെ കൃത്യമായിട്ടുള്ള സ്ട്രക്ചറൽ ലൈഫ്, ഇതൊക്കെ കണ്ട് അസൂയ മൂത്തിട്ട് ജർമ്മനി പോലത്തെ രാജ്യങ്ങളിലൊക്കെ ഉണ്ടായ കോലാഹലങ്ങളൊക്കെ ചരിത്രത്തിൽ വളരെ വ്യക്തമായിട്ട് തന്നെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഹിറ്റ്ലറൊക്കെ അതിൻ്റെ എക്സാമ്പിളാണ്. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ആ വിഷയത്തിലേക്ക് കൂടുതൽ പോകുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു വളരെ സാധുവായിട്ടുള്ളൊരു സൊസൈറ്റിയാണ് ഈ ജൂവിഷ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അത് ചരിത്രം വായിച്ചു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ജൂവിഷ് കമ്മ്യൂണിറ്റി ആർക്കെതിരെയും പോയിട്ട് ഇങ്ങനെ ആക്രമണം നടത്തിയതായിട്ടൊന്നും നമുക്ക് ഒരിക്കലും ചരിത്രത്തിൽ വായിച്ചെടുക്കാൻ പറ്റത്തില്ല. നേരെ മറിച്ചിട്ട് അവർക്കൊപ്പം ജീവിച്ചിരുന്ന മറ്റുള്ള സൊസൈറ്റികൾ ഇവരോട് അസൂയ മൂത്തിട്ട് ഇവർക്കെതിരെ പലതരത്തിലുള്ള ആന്റി സെമിറ്റിസം അങ്ങനത്തെ പരിപാടികൾ ലോകമെമ്പാടും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അത്രത്തോളം ഇവർക്ക് ചരിത്രമുണ്ട്. ഈ ചരിത്രം തന്നെയാണ് ഇവരെ ഇത്തരത്തിൽ പ്രൊജക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇവർ ബ്രില്യൻ്റ് ആണ്, പണം ഉണ്ടാക്കാൻ ഇവർക്ക് നന്നായിട്ട് അറിയാം, ഇവർ ടെക്നോളജിക്കലി വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് തിങ്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം ഇവർ നൊബൽ പ്രൈസിൽ തന്നെ ഇവരുടെ എണ്ണം എന്ന് പറഞ്ഞാൽ നൊബൽ പ്രൈസ് വാങ്ങിച്ചിരിക്കുന്ന ആൾക്കാരുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഈ ജൂവിഷ് കമ്മ്യൂണിറ്റിയുടെ കോൺട്രിബ്യൂഷൻ എന്താണെന്നുള്ളത്. അപ്പോൾ എനിവേ അതൊരു സൈഡിൽ നിൽക്കട്ടെ. അപ്പം ഈ സാഹചര്യത്തിൽ ഈ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം ഉണ്ടായത് 1948 UN റെസൊല്യൂഷൻ പാസ്സായി. അങ്ങനെ ബ്രിട്ടീഷിന്റെ കയ്യിൽ നിന്നും ഇസ്രായേൽ എന്ന് പറഞ്ഞുള്ള സ്റ്റേറ്റ് ഉണ്ടാകുമ്പോൾ ഇവിടെ പ്രശ്നം എന്തായിരുന്നു? പാലസ്തീൻ എന്ന് വിളിക്കുന്ന ആ കമ്മ്യൂണിറ്റി ഇസ്രായേലിനെ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ തന്നെ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ വന്നു കഴിഞ്ഞു. അപ്പോൾ ഈ സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, ഇസ്രായേലിന് റിയലി എക്സ്പാൻഷൻ തിയറി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് എക്സ്പാൻഷൻ തിയറി ഉണ്ടോ എന്നുള്ളതല്ല ഇവിടെ ചോദ്യം. അവർക്കൊരു രാജ്യമില്ലായിരുന്നു, അവർക്കൊരു രാജ്യം വേണമായിരുന്നു. അപ്പോൾ അവർക്ക് ഒരു രാജ്യം ഉണ്ടാക്കി അവർ നേഷൻ ബിൽഡിങ്ങിൽ നമ്പർ 1 ആയിട്ട് അവർ കൃത്യമായിട്ട് ആ നേഷൻ സെക്യൂർ ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അത്രമാത്രം ഭീഷണിയുണ്ട് ആ ഏരിയയിൽ. അപ്പോൾ ഇവരുടെ ഒരു ലാൻഡ്, മുൻകാല ചരിത്രം, അവരുടെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇതെല്ലാം അനുസരിച്ച് ഇവിടെ ഓൾറെഡി തന്നെ ജൂവിഷ് കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു. അല്ലാതെ 48 ഇവർ ആകാശത്ത് നിന്ന് പൊട്ടിമുളച്ചതല്ല. അപ്പോൾ ഇത് ഞാൻ എടുത്തു പറയാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഈ ലെബനനുമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷം. എന്താണ് ഈ ലെബനന്റെ പ്രശ്നം? ലെബനന്റെ പ്രശ്നം 2006 ഇതേപോലെ ഈ ലിറ്റാനി റിവർ എന്ന് പറയുന്നത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിക്കോണം. അതൊരു ഹോക്കി സ്റ്റിക്ക് പോലെ നിങ്ങൾ ഇങ്ങനെ വരയ്ക്കുക, അല്ലെങ്കിൽ ഒരു ടിക്ക് മാർക്ക്. ആ രീതിയിലാണ് ഇസ്രായേൽ, അതായത് നോർത്തേൺ ഇസ്രായേലിൽ നിന്നും ലെബനനിലേക്ക് നോക്കി കാണുമ്പോൾ മാപ്പിൽ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നോർത്തേൺ ഇസ്രായേൽ ബോർഡർ. ആ ബോർഡറിൽ നിന്നും ഒരു 30 കിലോമീറ്റർ, ചില സ്ഥലങ്ങളിൽ 22-23 കിലോമീറ്റർ, ചില സ്ഥലങ്ങളിൽ 30 കിലോമീറ്റേഴ്സ് റേഞ്ചിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലിറ്റാനി റിവർ കാണാൻ കഴിയും. ഈ ലിറ്റാനി റിവർ വരെയാണ് ഇതിന് മുമ്പുണ്ടായിരുന്ന ബഫർ സോൺ. എന്തുകൊണ്ടാണ് ഈ ലിറ്റാനി റിവർ എന്ന് പറഞ്ഞാൽ, ഈ റിവർ കൃത്യമായിട്ട് ഒരു ചെക്ക് പോയിന്റ് ആണ്. കാരണം ഈ റിവർ മറികടന്ന് വേണം ഹെസ്ബുള്ള ഭീകരർക്ക് ഇസ്രായേലിന്റെ നേരെ ആക്രമണങ്ങൾ നടത്താനോ അല്ലെങ്കിൽ അവിടെ നിന്ന് ഇൻഫിൽട്രേറ്റ് ആവാനുള്ള ഏരിയ ആണിത്. അപ്പൊ ഇവിടെ ശരിക്കും സംഭവിക്കുന്ന എന്താണ് സംഭവിക്കുന്ന പറഞ്ഞാൽ, ഇവര് കൃത്യമായിട്ട് ഈ സദൻ ലെബനാൻ എന്ന് പറഞ്ഞ ഏരിയ, അത് ഇസ്രായേലിന്റെ നോർത്തേൺ പാർട്ട്, ആ ഏരിയയിൽ കൃത്യമായിട്ട് ഇവർ തമ്പടിച്ച്, അത് കുറച്ച് മലനിരകളൊക്കെ ഉള്ള ചെറിയ കുന്നുകളൊക്കെ ഉള്ള ഏരിയ ആണ്. അപ്പൊ ആ ഏരിയയിൽ ഇവർ കൃത്യമായിട്ട് വന്ന് ഒളിച്ചും പാത്തും ഇരുന്നിട്ട് അവിടെയൊക്കെ റോക്കറ്റുകളൊക്കെ ഇവർ കൃത്യമായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ട് ആ മെഡോസ് ഏരിയകളിൽ നിന്നും ഇവർ കൃത്യമായിട്ട് ഇസ്രായേലിലേക്ക് 25 കിലോമീറ്റർ 30 കിലോമീറ്റർ റേഞ്ചിൽ ആക്രമണം നടത്താൻ ശേഷിയുള്ള റോക്കറ്റുകൾ വെച്ചിട്ട്, ഹെവി റോക്കറ്റുകൾ വെച്ചിട്ട് അറ്റാക്ക് നടത്തുക എന്നുള്ളതാണ് ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട പരിപാടി. ഈ ഹിസ്ബുള്ള ആരുടെ പ്രോഗ്രാമാണ്? ഹിസ്ബുള്ള എന്ന് പറയുന്നത് ഇറാന്റെ പ്രോഗ്രാമാണ്. പ്രോഗ്രാമിന്റെ പേര് ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ്. അപ്പൊ ഈ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് ഇസ്രായേലിനെ ചുറ്റിയാണ് ഇവർ ഈ കൈകൾ ആക്സിസ് ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത്. കാരണം ഇസ്രായേൽ ആണ് മെയിൻ ആയിട്ടുള്ള ശത്രു. എവിടെയോ കിടക്കുന്ന ഇറാന്റെ ശത്രുവാണ് ഇസ്രായേൽ. അതിനു വേണ്ടിയിട്ട് ഇറാൻ ഇസ്രായേലിന്റെ തൊട്ടടുത്ത് ലെബനനിൽ കൊണ്ട് പാർപ്പിക്കുകയാണ് ഹെസ്ബുള്ളയെ. അതേപോലെ തന്നെയാണ് ജോർദാൻ, ഈജിപ്റ്റ്, സിറിയ, ഈ 3 രാജ്യങ്ങൾ. മാപ്പിൽ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഈ 3 രാജ്യങ്ങൾ നിങ്ങൾക്ക് ജസ്റ്റ് ഇമാജിൻ ചെയ്താൽ തന്നെ അറിയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഈ ജോർദാന്റെ വെസ്റ്റ് ബാങ്ക്, അതുപോലെ തന്നെ സിറിയയുടെ ഗോലൻ ഹൈറ്റ്സ്, ഈജിപ്തിന്റെ സൈനായി, ഇത് 3 ഇസ്രായേൽ 1967 പിടിച്ചെടുത്തു.
ഇത് എങ്ങനെ പിടിച്ചെടുത്തു? ഇസ്രായേലിന്റെ ഉള്ളിൽ നിരന്തരം പാലസ്തീനികൾ ഈ സ്റ്റേറ്റ് രൂപീകരിച്ച ഉടനെ തന്നെ, അതായത് ഇസ്രായേൽ എന്ന് പറഞ്ഞുള്ള സ്റ്റേറ്റ്ഹുഡ് നിലവിൽ വരാൻ പാടില്ല എന്നുള്ള ആ ഒരു അഭിപ്രായത്തിൽ ഇസ്രായേൽ എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ഉണ്ടായ ദിവസം മുതലേ ഇസ്രായേലിനെതിരെയുള്ള പോരാട്ടം ഇവർ തുടങ്ങി. അതായത് വൈപ്പ് ഔട്ട് ഇസ്രായേൽ, റിവർ ടു സീ, ആ പദ്ധതി അവർ ഓൾറെഡി തന്നെ തുടങ്ങിക്കഴിഞ്ഞു. അപ്പൊ അങ്ങനെ തുടങ്ങിയതിന്റെ ഭാഗമായിട്ട് ഇസ്രായേലിനെതിരെയുള്ള പദ്ധതികൾ, ഇസ്രായേലിനെതിരെ എന്തെങ്കിലും ചെയ്യുന്ന ആൾക്കാർക്ക് ഗ്രാന്റ് കൊടുക്കുക, ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തുന്നവർക്ക് സ്റ്റൈഫൻഡ് കൊടുക്കുക, ഇത്തരത്തിലുള്ള പ്രൊമോഷൻ പരിപാടികളെല്ലാം തന്നെ പാലസ്തീന്റെ ഉള്ളിൽ വളരെ വ്യക്തമായിട്ട് അജണ്ട ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതിനെല്ലാം പ്രോത്സാഹിപ്പിച്ചിരുന്നത് ഈ ചുറ്റാകെ ഉണ്ടായിരുന്ന അറബ് രാജ്യങ്ങളായിരുന്നു. അപ്പൊ ഈ അറബ് രാജ്യങ്ങളുടെ ഇന്നത്തെ നിലപാടല്ല അന്നത്തെ നിലപാട്. അപ്പൊ അങ്ങനെ പല അറബ് രാജ്യങ്ങളും സൈലന്റ് ആയിരുന്നു. അതിൽ സിറിയ, ജോർദാൻ, ഈജിപ്റ്റ്, ഇറാഖ് വളരെ ആക്റ്റീവ് ആയിരുന്നു ഇതിനകത്ത്. അപ്പൊ അതിനകത്ത് ഈജിപ്റ്റ് തുടരെ ഈ ഈജിപ്തിന്റെ തൊട്ടടുത്ത് കിടക്കുന്നതാണ് ഈ ഗാസ. ഈജിപ്ഷ്യൻസിനെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഈ സൈനായ് പെനിൻസുല പിടിച്ചെടുത്തത് കൊണ്ട് തന്നെ ഈ ഗാസ പിന്നീട് ഇസ്രായേൽ വിട്ടുകൊടുത്തില്ല. ഗാസ ഇസ്രായേലിന്റെ കീഴിൽ തന്നെ പാലസ്തീനിയൻസിന് താമസിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആയിട്ടാണ് ഇസ്രായേൽ ഡിസൈഡ് ചെയ്തിരുന്നത്. കാരണം അല്ലെങ്കിൽ അത് ഈജിപ്തിന്റെ സ്ഥലമായിട്ട് മാറും. അപ്പൊ അങ്ങനെയാണ് കൃത്യമായിട്ട് 1967 ജൂൺ 5 കൃത്യമായിട്ട് ഇസ്രായേലാണ് പ്രീഎംപ്റ്റീവ് സ്ട്രൈക്ക് നടത്തുന്നത്. പ്രീഎംപ്റ്റീവ് സ്ട്രൈക്ക് നടത്തിയില്ല എന്നുണ്ടെങ്കിൽ ഈജിപ്ത് തുരുതര അവരുടെ ഫൈറ്റർ ജെറ്റ് എടുത്തുകൊണ്ട് വന്നിട്ട് ഇസ്രായേലിന്റെ മേൽ ആക്രമണം നടത്തുമായിരുന്നു. ആ മൊമെന്റിലാണ് ഇസ്രായേൽ പ്രീഎംപ്റ്റീവ് സ്ട്രൈക്ക് നടത്തുന്നത്. അപ്പൊ അങ്ങനെ പ്രീഎംപ്റ്റീവ് സ്ട്രൈക്ക് നടത്താനുള്ള പ്രധാനപ്പെട്ട കാരണം ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഇറാഖുമായിട്ട് ഈജിപ്റ്റ് ഒരു കരാറിൽ ഏർപ്പെടുന്നുണ്ട്, ഡിഫൻസ് കരാർ. ആ ഡിഫൻസ് കരാറിൽ ഈജിപ്റ്റ് സൈൻ ചെയ്ത ഉടനെയാണ് ഇസ്രായേൽ പ്രീഎംപ്റ്റീവ് സ്ട്രൈക്ക് നടത്തുന്നത്. ഇപ്പൊ ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കണം, ഈ മൂന്ന് ഏരിയകളിൽ ഞാനിപ്പോൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നില്ല. ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈജിപ്തിന്റെ സൈനായ് 1978 വരെ സൈനായ് പ്രൊവിൻസ് ഇസ്രായേലിന്റെ കീഴിലായിരുന്നു. അത് ഇത്ര വലിയൊരു ഏരിയ ആണത്. ലുക്സ് ലൈക്ക് ഡെസേർട്ട്. അത് കാണുമ്പോഴത്തേക്കും ഒരു മരുഭൂമി പോലെ നമുക്ക് തോന്നുമെങ്കിലും ആ സൈനായ് പെനിൻസുല മൊത്തത്തിൽ ഒരുപാട് ഓയിൽ പോക്കറ്റുകളുണ്ട്. ആ സൈനായ് പെനിൻസുല മൊത്തത്തിൽ എണ്ണപ്പാടങ്ങളാണ്. 1967 ആ അറബ് യുദ്ധം 6 ദിവസം കൊണ്ട് ഇസ്രായേൽ ഈ മൂന്ന് രാജ്യങ്ങളെയും തോൽപ്പിച്ച് ഇത്രയും സ്ഥലങ്ങൾ, വെസ്റ്റ് ബാങ്ക്, സൈനായ്, ഗോലൻ ഹൈറ്റ്സ്, ഇത് മൂന്നും തന്നെ കൈക്കലാക്കി വെച്ചിരുന്നു. എന്നിട്ടൊരു കാര്യം മനസ്സിലാക്കണം, 1978 മുമ്പായിട്ട് ഇസ്രായേൽ തന്നെ അങ്ങോട്ട് പ്രപ്പോസ് ചെയ്യാണ്, സൈനായ് ഞാൻ നിങ്ങൾക്ക് വിട്ടുതരാം എന്നാണ് പറയുന്നത്. നമുക്ക് വേണ്ടത് സമാധാനമാണ്. ഇപ്പൊ ഇസ്രായേലിന്റെ ഉദ്ദേശം ലാൻഡ് എക്സ്പാൻഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ സ്ഥലങ്ങൾ വിട്ടുകൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. വെസ്റ്റ് ബാങ്ക് ഇപ്പോഴും ഇസ്രായേലിന്റെ കയ്യിൽ ഉണ്ടാവുമായിരുന്നു. അതുപോലെ സൈനായ് പ്രൊവിൻസ് ഇപ്പോഴും ഇസ്രായേലിന്റെ കയ്യിൽ ഉണ്ടാവുമായിരുന്നു. ഗോലൻ ഹൈറ്റ്സും ഇപ്പോഴും ഇസ്രായേലിന്റെ കയ്യിൽ ഉണ്ടാവുമായിരുന്നു. പക്ഷേ അത് ഇസ്രായേൽ അന്ന് വിട്ടുകൊടുത്തു. സമാധാനത്തിന് വേണ്ടിയിട്ട് വിട്ടുകൊടുത്താണ് ഈ മൂന്ന് സ്ഥലങ്ങളും. വെസ്റ്റ് ബാങ്ക് ജോർദാന് തരാം, സൈനായ് ഈജിപ്തിന് തരാം, ഗോലൻ ഹൈറ്റ്സ് സിറിയയ്ക്ക് തരാം എന്നുള്ളത് കൃത്യമായിട്ട് ഡ്രാഫ്റ്റ് ചെയ്ത് 78 ഇതിനു വേണ്ടിയിട്ട് അതിനെയാണ് കാർത്തൂം റെസൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഈ കാർത്തൂം റെസൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് ഒരു അക്കോർഡിൽ സൈൻ ചെയ്യാൻ, ഡേവിഡ് അക്കോർഡിൽ സൈൻ ചെയ്യാണ്. അപ്പൊ അങ്ങനെയാണ് ഈജിപ്തിന് ആദ്യമായിട്ട് ഇസ്രായേലിന്റെ സ്റ്റേറ്റിന്റെ എക്സിസ്റ്റൻസിനെ അംഗീകരിക്കേണ്ടി വരുന്നത്. ഇസ്രായേൽ എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ് ഉണ്ട്, അതിനെ ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഈജിപ്റ്റ് എഴുതി കൊടുക്കുകയാണ് ഒഫീഷ്യലി. അത് മുതലാണ് ഈജിപ്റ്റ് പിന്നീട് ഇസ്രായേലിനെതിരെ ഒരു അറ്റാക്കിന് മുതിരാത്തത്. കാരണം അവിടെ സൈൻ ചെയ്തു, കൃത്യമായിട്ട് സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഈ സൈനായ് പ്രൊവിൻസിൽ 1967 മുതൽ 78 വരെ ഇസ്രായേൽ എണ്ണ എടുത്തുകൊണ്ടിരുന്നു, എനർജി അവിടെ നിന്ന് എടുത്തുകൊണ്ടിരുന്നു. ഇപ്പൊ അമേരിക്ക എണ്ണ എടുക്കുന്ന ഒരു പ്രൊവിൻസ് വേറൊരു രാജ്യത്തിന് വിട്ടുകൊടുക്കുമോ? ഒരിക്കലും വിട്ടുകൊടുക്കില്ല. എനിവേ ഈ ഈജിപ്റ്റ് തന്നെ വിട്ടുകൊടുക്കുമോ? ഒരിക്കലും വിട്ടുകൊടുക്കില്ല. അവിടെ എണ്ണപ്പാടങ്ങളുണ്ട്, ഞങ്ങൾ വിട്ടുതരില്ല എന്ന് പറയും. പക്ഷേ ഇസ്രായേലിന്റെ കൈവശം ഇവര് യുദ്ധം ചെയ്ത് ആ സ്ഥലം പിടിച്ചെടുത്തിട്ടും അവിടെ എണ്ണപ്പാടങ്ങൾ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും എണ്ണ ഇസ്രായേലിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവിടെ നിന്ന് എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ ആ സ്ഥലം ഈജിപ്തിന് വീണ്ടും തിരികെ കൊടുക്കുകയാണ് ചെയ്തത്. ഇവിടെയാണ് ഇസ്രായേലിന് ലാൻഡ് എക്സ്പാൻഷൻ തിയറി ഇല്ല എന്നുള്ളത് തെളിയിക്കുന്ന തരത്തിലുള്ള പ്രവർത്തികൾ ഇസ്രായേൽ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്താണ് ചെയ്യേണ്ടത്? അത് കഴിഞ്ഞിട്ട് പിന്നെ ഇസ്രായേലിനെ തോണ്ടാതിരുന്നാൽ മതിയായിരുന്നു. ഇപ്പൊ വീണ്ടും അങ്ങോട്ട് പോയിട്ട് എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പറഞ്ഞ് അടിയും വഴക്കുണ്ടാക്കിയിട്ട് ഈ ഗാസയിൽ കിടന്നുകൊണ്ട് ഇസ്രായേലിനെതിരെ വീണ്ടും ആക്രമണം ചെയ്യുക, അതിലൂടെ ഗ്രാന്റ് കൈപ്പറ്റുക, മാസച്ചെലവിനുള്ള സ്റ്റൈഫൻഡ് കണ്ടെത്തുക. അപ്പൊ ഇങ്ങനെയുള്ള പ്രൊമോഷൻ പാക്കേജുകളൊക്കെ ഉള്ളത് കൊണ്ട് ഈ ജനങ്ങൾ വീണ്ടും ഇസ്രായേലിനെ ആക്രമിക്കുക. കാരണം അതൊരു ജീവിത മാർഗമായിട്ട് മാറുകയാണ്. ഒരാൾക്ക് ഇസ്രായേലിന്റെ മേളിൽ ഒരു ആക്രമണം നടത്തി കഴിഞ്ഞാൽ എനിക്ക് മന്ത്ലി സ്റ്റൈഫൻഡ് കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ ചെയ്യത്തില്ലേ? പട്ടിണി അടക്കുന്നതിൽ ഭേദം മാസം സ്റ്റൈഫൻഡ് കിട്ടുന്നില്ല. അപ്പൊ ഇതുപോലത്തെ ഗവൺമെന്റുകളാണ് അവിടെ ചുറ്റാകെ ഉണ്ടായിരുന്ന അറബ് രാജ്യങ്ങൾ ഉണ്ടായിരുന്നത്. അപ്പൊ അതേ ഇസ്രായേൽ ഇന്ന് വളരെ അഗ്രസീവായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം ചുറ്റാകെ ഇരിക്കുന്ന ആൾക്കാരാണ്. ഇസ്രായേൽ കാണിച്ച ഈ മാതൃക ചുറ്റുമുള്ള രാജ്യങ്ങളും സമാധാനം പുലർത്തേണ്ടതല്ലേ? അല്ലാതെ സ്ഥലം വിട്ടുകൊടുത്തിട്ടും ഇസ്രായേലിനെ മൊത്തത്തിൽ അങ്ങ് നശിപ്പിക്കാം എന്ന് ചിന്തിച്ചാൽ
ദൈവം വെറുതെ ഇരിക്കത്തില്ല. ഇസ്രായേലിനെയും അമേരിക്കയെയും മൊത്തത്തിൽ നശിപ്പിച്ചു കളയുമെന്ന് പരസ്യമായി ഏത് രാജ്യം പറഞ്ഞാലും, ഇറാനായാലും ലെബനോനായാലും ഹൂത്തികളായാലും ഏത് ഭീകര രാജ്യമായാലും ആ രാജ്യത്തെ ഈ രണ്ട് രാജ്യങ്ങളും വെറുതെ വിടത്തില്ല. അതിലെ ഭരണാധികാരികൾ എതിർക്കുക തന്നെ ചെയ്യും. ഇസ്രായേൽ എന്ന രാജ്യത്തെ പൂർണ്ണമായും സംരക്ഷിക്കേണ്ട ചുമതല അമേരിക്കയ്ക്കുണ്ട്. ലക്ഷക്കണക്കിന് ക്രിസ്ത്യാനികളെ ഭീകരർ ഇപ്പോഴും കൊല്ലുന്നില്ലയോ ലിയോ മാർപ്പാപ്പ? അവരോട് സമാധാനം എന്ന് പറയുമോ? അതിന് ട്രംപിനോട് എതിർക്കേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. നെഹന്യാവിനോട് എതിർത്തിട്ട് യാതൊരു പ്രയോജനവുമില്ല. ലിയോ മാർപ്പാപ്പ മതപരമായ കാര്യങ്ങൾ നടത്തുക. സഖറിയ പ്രവാചകന്റെ പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 8-9 വാക്യങ്ങളിൽ പറഞ്ഞു വച്ചിരിക്കുന്നത്, ഇസ്രായേലിൽ ഒരംശം ശുദ്ധീകരിക്കപ്പെടും. നല്ല ഇടയനായ മശിഹ യഹോവയുടെ വാളിൻ്റെ വെട്ടേറ്റ് മരിച്ചത് ദൈവഹിതപ്രകാരമാണ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ ഹിതപ്രകാരമാണ് യേശുവിനെ ക്രൂശിച്ചത്. അപ്പോൾ ക്രൂശിക്കാൻ ആരെങ്കിലും വേണമല്ലോ. ഹല്ലേലൂയ. അപ്പം കുറേ യഹൂദരും റോമൻ സൈന്യവും ആ കാലത്തുണ്ടായിരുന്നു. ഹല്ലേലൂയ. അപ്പം ക്രൂശിക്കണം, യേശുവിനെ ക്രൂശിൽ കയറ്റി കൊല്ലണം എന്ന് ദൈവത്തിൻ്റെ ഹിതമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശു മരിക്കണം, എങ്കിലേ പാപത്തിന് പരിഹാരം ലഭിക്കത്തുള്ളൂ. സാത്താൻ്റെ സകലവിധ ഹല്ലേലൂയ തട്ടിപ്പുകളെയും നശിപ്പിക്കുവാൻ ഹല്ലേലൂയ യേശുവിൻ്റെ കാൽവരി ക്രൂശിലെ രക്തത്തിന് മാത്രമേ കഴിയൂ. അത് ദൈവത്തിന് അറിയാം. അതുകൊണ്ട് ഹല്ലേലൂയ യേശുവിനെ ക്രൂശിച്ചത് ഹല്ലേലൂയ യഹൂദരും റോമൻ സൈന്യവുമാണ്. അതിൽ ഒരംശം മാത്രമാണ് അവർക്കുള്ളത്. യഹൂദർക്ക് ഹല്ലേലൂയ ഹല്ലേലൂയ എതിരെ ക്രിസ്ത്യാനികളെ ഇളക്കി വിടുന്നവർ മനസ്സിലാക്കണം. ഹല്ലേലൂയ. നിങ്ങളുടെ ദൈവത്തെ, നിങ്ങളുടെ യേശുവിനെ കൊന്നത് യഹൂദരാണെന്ന് പറഞ്ഞു നടക്കുന്ന ഹല്ലേലൂയ ഇസ്ലാമിസ്റ്റ് ഭീകരർ ക്രിസ്ത്യാനികളെയും യഹൂദരെയും തമ്മിൽ അടുപ്പിക്കുവാനുള്ള ഹല്ലേലൂയ ഹല്ലേലൂയ ഒരു തന്ത്രമാണ്. അത് പിശാചിൻ്റെ തന്ത്രമാണ്. യേശുവിനെ ക്രൂശിച്ചത് യഹോവയായ ദൈവം തന്നെയാണ്. അതുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ യേശു വീണ്ടും വരണമെങ്കിൽ ഇസ്രായേൽ എന്ന രാജ്യം ഈ ഭൂലോകത്ത് നിലനിൽക്കണം. അതിന് കർത്താവായ യേശുക്രിസ്തു ഇസ്രായേലിനെയും അമേരിക്കയെയും കരുതിക്കൊള്ളും. ഇസ്രായേൽ ഇല്ലെങ്കിൽ ക്രിസ്ത്യാനികളില്ല എന്ന ബോധം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്തോത്രം. ശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ.